reality training. There is no only like book knowledge. This is actual practical knowledge, and this is actual ground reality knowledge. So after our joining, our training, after any of student will join our training. അതായത് നമ്മൾ ചെറുതായിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടെന്ന് വിചാരിക്കേണ്ട കുറേ കാര്യങ്ങൾ അതാണ് മെയിൻ കാര്യങ്ങളായിട്ട് വരുന്നത്. ബാക്കി നമ്മൾ ഇപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ മാത്രമായിട്ടാണോ? അല്ല, ഒരു തിയറി ഒരു പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിയറി ആദ്യം പറഞ്ഞുതരും, എന്നിട്ട് അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള മെത്തേഡും കൂടെ കാണിച്ചു തരും. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് നമ്മളിപ്പം ചെയ്യുന്ന CPU എത്ര മാത്രം അത് സേഫ് ആക്കാന്നുള്ളത് മനസ്സിലായി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ടാണ് ഞാനായിട്ട് ഇവിടെ വന്നത്. ഓക്കെ, ഇപ്പോൾ വന്നതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ CPU വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിനു മുമ്പ് CPU ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആൻഡ്രോയിഡ് CPU ചെയ്തിട്ടില്ല. അപ്പോൾ ചെമ്മരെ അസംപേട്ടൻ്റെ രണ്ടാമത്തെ ബാച്ച് ഇപ്പോൾ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസം കൊണ്ട് ആരൊക്കെ എങ്ങനെയൊക്കെ സക്സസ് ആയെന്ന് ചോദിക്കാം. അതായത് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ, അതേപോലെ തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ടോ, അതിനെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് കേൾക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ബാച്ചിൽ കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നായിരുന്നു നമ്മുടെ സ്റ്റുഡൻറ്റ് ഉണ്ടായത്. പക്ഷേ ഇപ്രാവശ്യത്തെ ബാച്ചിൽ അത് ചെറിയ മാറ്റമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും അതേപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് അതിൽ തന്നെ ചോദിക്കാം. ரிஹாம் 7ஆம் கிளாஸ் எப்படி இருக்கு? கிளாஸ் வந்து நல்லா இருக்குது. நான் எது எக்ஸ்பெக்ட் பண்ணனோ அதை விட நல்லா பெட்டராகவே இருக்குது. நான் வரும்போது ஒரு CPU எனக்கு சரியாக சரி ரிமூவ் பண்ண தெரியல. இப்போ பெர்ஃபெக்டாக பண்ணுறேன், நிறையா பண்ணுறேன், பிரச்சனை இல்லை. ஃபேஸ் ஐடி இன்னும் இல்லை, பட் எக்ஸ்பீரியன்ஸ் பெருசாக இல்லை. லேர்ன் பண்ணியிருக்கேன். எங்களோட நாட்டுக்கு போய் நல்லா பண்ணணும். നിലവിൽ ഇപ്പോൾ ഏതൊക്കെ CPU സക്സസ് ആയി? One success. Model? XS Max. Okay. Tawhid Khan actually from Bangalore. Actually, he's sharing his experience. And Tawhid Khan, how you feel about this 7 days class? Excellent, sir. Excellent. And what did you learn? Sir, how to make a CPU, temperature, air, some tips, tricks, etc. And how it will use for your future servicing and all? Excellent, sir. റോഹിത നമുക്ക് ഒരു വർഷത്തിൻ്റെ മുകളിലായി പരിചയമുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്, ഒരുമിച്ച് വർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ഈ ഒരു ട്രെയിനിങ്ങിൽ എന്താണ് മനസ്സിലായത്? അതായത് ഇപ്പോൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു ബാച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനിങ് ഇപ്പോൾ ഓൾറെഡി ഐഫോൺ ഒരു CPU വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ഒരു വർക്കൊന്നും ഈ വർക്കൊന്നും എന്താണ് മാറ്റം? അതായത് നമ്മൾ ചെറുതായിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടെന്ന് വിചാരിക്കേണ്ട കുറേ കാര്യങ്ങൾ അതാണ് മെയിൻ കാര്യങ്ങളായിട്ട് വരുന്നത്. ബാക്കി നമ്മൾ ഇപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു മാസ്ക് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഹീറ്റിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യണം എങ്ങനെ വെച്ചാൽ നമ്മൾ ചെയ്ത്, അതായത് നമ്മളൊരു ഐഡിയ വെച്ചിട്ട് മുന്നേ ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെയ്ത് നോക്കണം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് എന്താണോ ചെയ്യേണ്ടത്, ആ ബോർഡിന് എത്രയാണോ ഹീറ്റ് തട്ടേണ്ടത് അത് കറക്റ്റായിട്ട് അതിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സയൻസ് പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ അതിലും കൂടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ഐസ് ഡാമേജ് ആവോ ഇല്ല, ഡാമേജ് ആവോ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, 100%. നിങ്ങളുടെ പേരെന്താണ്? ആഷിഖ്. എവിടെ സ്ഥലം? എവിടെ? കണ്ണൂർ. ഇപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൽ കിട്ടിയ ബെനിഫിറ്റ്? സാറിൻ്റെ ക്ലാസ് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, നല്ല പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ക്ലാസ് എടുത്തിരുന്നുണ്ട്. ഇതിന് മുമ്പ് നിങ്ങൾ വർക്ക് എടുത്തിട്ടുണ്ടോ ഐഫോണിൻ്റെ? ഇതിന് മുമ്പ് ഏതിലായാലും വർക്ക് ചെയ്തത്? CPU ഇട്ടിട്ടുണ്ട്, പക്ഷേ പ്രോപ്പറായ ഹീറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടതിന് ശേഷമാണ്. അതെ, CPU ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര ഹീറ്റ് കാര്യങ്ങൾ, CPU ഡാമേജ് ചെയ്യാതെ ചെയ്യാൻ, ഈ CPU പ്രിൻ്റ് പോയാലോ അതൊക്കെ പ്രിൻ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. ഓൾറെഡി ചെയ്യുന്നതാണ് CPU ഒക്കെ. ആ, പിന്നെ വർക്കൊക്കെ എടുക്കുന്നു. ഞാൻ ഓൾറെഡി കുറച്ച് പ്രോട്ടോക്കോളും കുറച്ച് സാറിൻ്റെ കുറച്ച് ട്രിക്സ് ഒക്കെ കിട്ടാൻ. അതെ, അതായത് മൂപ്പര ഒരു CPU ലിഫ്റ്റിങ്ങിൻ്റെ സ്കില്ല്, അതായത് നമുക്ക് ആ ടിപ്സുകൾ, ആ ചെയ്യേണ്ട രീതികൾ, അതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ ഈ ഒരു ബാച്ചിൽ എന്താണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടിയത്? ഞാനൊരു നോർമൽ ടെക്നീഷ്യൻ ആയിരുന്നു. നോർമൽ ആൻഡ്രോയിഡ് ടെക്നീഷ്യൻ, ഫോൺ ബേസിക് അങ്ങനത്തെ ചെറിയ വർക്കുകൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. നമുക്ക് ഇവിടുന്ന് ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ CPU എടുക്കുമ്പോൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ എത്ര ഹീറ്റ് ഇടണം, ക്ലീനിങ്ങിൻ്റെ ടൈമിൽ എത്ര ഹീറ്റ് ഇടണം, ക്ലീനിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ മെത്തേഡുകൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് സാറിനത് മനസ്സിലായി സാറിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്.
പിന്നെ ബോർഡ് സെപ്പറേറ്റിംഗ് കാര്യത്തിലോ സെപ്പറേറ്റിങ്ങിൻ്റെ കാര്യത്തിലും എല്ലാത്തിനും അതിനു മുമ്പ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ? സെപ്പറേറ്റ് കുറച്ച് തവണ ചെയ്തിട്ടുള്ളൂ, ഒരു 10-15 തവണ ഒക്കെ ചെയ്തിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ചെയ്യണതും ഇവിടെ സാറിൻ്റെതും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. CPU റീബോളിംഗ് ആയാലും എല്ലാ കാര്യങ്ങളിലായാലും ഹീറ്റിൻ്റെ എല്ലാത്തിൻ്റെ എല്ലാം നല്ല ഡിഫറൻസ് ഉണ്ട്. നമുക്ക് മനസ്സിലാവും എല്ലാ കാര്യങ്ങളും. ഇനി ഭാവിയിലോട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് സെറ്റായി തരും. വെറും പ്രാക്ടിക്കൽ മാത്രമായിട്ടാണോ? അല്ല, നമുക്ക് ഒരു തിയറി ഒരു പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിയറി ആദ്യം പറഞ്ഞുതരും, എന്നിട്ട് അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള മെത്തേഡും കൂടെ കാണിച്ചു തരും. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നിങ്ങൾ ഏത് ലെവൽ വർക്ക് ചെയ്യണത്? CPU ലെവൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ മെയിൻ അറ്റൻഡ് ചെയ്യാൻ കാരണം നമ്മുടെ അപ്ഡേറ്റ് ആണ്. ഒരു പ്രോ ലെവലിലേക്ക് ഒന്ന് മാറണം. അതായത് ഇപ്പോൾ നിലവിൽ കിട്ടുന്ന ഇൻകം ഒന്നും കൂടി കൂട്ടണം. ഓക്കെ, നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ അതോ ഞാൻ അതിനൊരു പ്ലാനിങ് ഉണ്ടോ ഭാവിയിൽ? ഒരു ടീച്ചിങ് പരമായ ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതിന് ആ ലെവലിലേക്ക് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇമ്പ്രൂവ് ആകണം. സാറ്റിസ്ഫൈഡ് അല്ലേ? ഓക്കെയാണ്. ആ, ഇപ്പോൾ ആൻഡ്രോയിഡ് നിങ്ങൾ ഐഫോണിലേക്ക് അതെ. അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് നിങ്ങൾ ഐഫോണിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടി പ്രോ ലെവലിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. അതായത് ഐഫോൺ ആദ്യമായിട്ടാണ് CPU ചെയ്യണത്? ആദ്യമായിട്ട്. ഇതിന് മുമ്പ് ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ടോ? ആൻഡ്രോയിഡ് ചെയ്തില്ല. അത് ഫസ്റ്റ് ടൈമാണ് CPU ചെയ്യണത്. CPU ഏതെങ്കിലും സക്സസ് ആവുക അതിൽ എന്തെങ്കിലുമായിട്ടുണ്ടോ? ഇപ്പോൾ ഇതിലിപ്പോൾ 7 ഏതൊക്കെ കിട്ടിയ ബോർഡ്? 7 പിന്നെ 11. ഇപ്പോൾ ഇതിപ്പോൾ ചെയ്യണ വർക്ക് ഏതാ? എക്സ്. ഇപ്പോൾ ഈ 3 CPU-ൽ ഏത് CPU നിങ്ങൾ സക്സസ് ചെയ്ത്? 7 ഫസ്റ്റ് ടൈം സക്സസ് ആയി. അതായത് CPU ഇന്നേ വരെ ചെയ്യാത്ത ആളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈം നിങ്ങൾ CPU സക്സസ് ആയി. സാറ്റിസ്ഫൈഡ് അല്ലേ? നിങ്ങൾ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ലേ? ഓൾറെഡി സേവിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ വന്നതോടുകൂടി ഇങ്ങനെ ഒരു നല്ലൊരു മാസ്റ്ററിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ട്രെയിനിങ് ചെയ്യണം. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് നമ്മളിപ്പം ചെയ്യുന്ന CPU എത്ര മാത്രം അത് സേഫ് ആക്കാന്നുള്ളത് മനസ്സിലായി. ചെയ്യാറുണ്ട് നമ്മൾ ഒരുപാട്, പക്ഷെ അത് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് എത്രമാത്രം സേഫായിട്ട് നമുക്ക് ചെയ്തെടുക്കാമെന്ന്, ബോഡിയിലൊന്നും ഓവറായിട്ട് ഹീറ്റ് തട്ടാതെ പരമാവധി നമ്മൾ ചെയ്യുന്ന വർക്ക് പൂർണ്ണമായിട്ടും വിജയിക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ പഠിപ്പിച്ചു തരുന്നത്. അതെ. ഇപ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളോട് ആരും ചോദിക്കണം അസംബ്ലിൻ്റെ ട്രെയിനിങ് എങ്ങനെയുണ്ട്? ഇപ്പോൾ എന്താ പറയുക? 100% ഉറപ്പാണ്. ഓക്കെ. ഇനിയിപ്പോൾ തിയറി പരമായിട്ടുള്ള ക്ലാസ് ഉണ്ടല്ലോ, അതെങ്ങനെയുണ്ട്? തിയറി കുഴപ്പമൊന്നുമില്ല. തിയറിയിൽ തന്നെ ആൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും, പക്ഷെ ആവശ്യമുള്ള നല്ല നല്ല പോയിന്റുകളാണ് പറഞ്ഞു തരുന്നത്. അതെ. കാരണം നമ്മൾ നിസ്സാരമാക്കി കളഞ്ഞ പല കാര്യങ്ങളും അത് വാല്യൂ ഉള്ളതാണെന്നുള്ള മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ വെറുതെ കുറേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് നീട്ടി വലിച്ച് ലാഗാക്കുന്നില്ല. ഇല്ല. ആവശ്യമുള്ള നമുക്ക് എന്താ പറയുക ഭാവിയിലോട്ട് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രം, പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞു തരുന്നത്. നല്ലപോലെ നോട്ട് ചെയ്തും ചെയ്യാൻ പിന്നീട് നല്ലപോലെ ഉപകാരപ്പെടുകയും ചെയ്യും. ഓക്കെ. ഞാൻ ഖത്തറിൽ ഇപ്പോൾ ഇതിനായിട്ട് ലീവിനാണോ? ലീവിനാണ്. ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ലീവ് എടുത്താൽ ലീവിന് വന്നാണ്. പിന്നെ ഇവിടെ കോഴ്സുള്ളത് എനിക്കറിയാം. ഇന്നത്തെ ബാച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടോ അതോ? നിങ്ങളെ വീഡിയോ കാണലുണ്ട്. പിന്നെ ഹസൻ പട്ടേലിൻ്റെ വീഡിയോ. അതെ, ഹസൻ പട്ടേലിൻ്റെ സാറിൻ്റെ വീഡിയോ കാണലുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് വീണ്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചെയ്താൽ. ഓക്കെ. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നിങ്ങൾ എത്ര ബോർഡ് ഇവിടെ ചെയ്തു? ഒരു 4 ബോർഡോളം ചെയ്തു. അതിലിപ്പോൾ ഏതൊക്കെ CPU സക്സസ് ആയി? 7+ ആയി, പിന്നെ XS Max ആയി, പിന്നെ 11 Pro Max പവറിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഈ പവറിങ് പ്രോബ്ലം വന്നു, അത് വരാതെ കാര്യങ്ങൾ പറഞ്ഞോ? അത് പറഞ്ഞു. നമ്മൾ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കുറേ ഗമ്മ് കട്ട് ചെയ്യുന്ന രീതി, പൊക്കേണ്ട രീതിയൊക്കെ ഉണ്ട്. അതെ, ഹീറ്റിങ്ങിൻ്റെ കൺട്രോളിങ്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ലാംഗ്വേജിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നില്ലേ? അതെല്ലാം മനസ്സിലാവുന്നുണ്ട്. ലാംഗ്വേജിന് അങ്ങനെ പ്രശ്നമില്ല. നമ്മൾ പിന്നെ ടെക്നിക്കൽ പരമായിട്ട് അതിങ്ങനെ കാണിച്ചും തരുന്നുണ്ട് എങ്ങനെ ചെയ്യേണ്ട രീതി എന്നുള്ളത്. അതെ. അതായത് ഇപ്പോൾ ഈ കൂടുതലൊക്കെ ചോദിക്കാറുണ്ട് ലാംഗ്വേജ്. ഇപ്പോൾ നമുക്ക് ഗുജറാത്തിലെ ആളാണ്, ഇപ്പോൾ ലാംഗ്വേജ് മനസ്സിലാവാൻ ചോദിക്കാറുണ്ട്. ഇംഗ്ലീഷ് ചോദിച്ചാൽ ഇംഗ്ലീഷിലും പറഞ്ഞു തരുന്നുണ്ട്. അതെ, ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ട്, ഹിന്ദി പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരും. അതെ. പിന്നെ നമുക്ക് ഈ പ്രാക്ടിക്കലി നമുക്ക് പിന്നെ ലാംഗ്വേജിൻ്റെ ആവശ്യമായിട്ട് വരുന്നില്ലല്ലോ. ഇല്ല. ചെയ്യണമൊക്കെ എല്ലാം പ്രാക്ടിക്കൽ പരമായി ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതെങ്ങനെ കട്ട് ചെയ്യണം അതൊക്കെ അതിൻ്റെ ഐഡിയ പറഞ്ഞു തരുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ടാണ്. ഓക്കെ. അപ്പോൾ വന്നതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ CPU വർക്ക് എങ്ങനെയാണ്
ചെയ്യേണ്ടത്. ഇതിനു മുമ്പ് CP ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആൻഡ്രോയിഡ് CP ചെയ്തിട്ടില്ല. ആൻഡ്രോയിഡ് ചെയ്തിട്ടില്ല. അതായത് മൂപ്പരെ പോലെ തന്നെയാണ് നിങ്ങളും. അപ്പോൾ CP ഇപ്പോൾ സക്സസ് ആയോ? സക്സസ് ആയി. ഏത് സക്സസ് ചെയ്ത്? 70 ചെയ്തിട്ടുണ്ട്, അത് സക്സസ് ആയി. 11 ചെയ്തു, 10% ചെയ്തു, അതും സക്സസ് ആയി. നമുക്ക് CPUവിൻ്റെ കറക്റ്റ് ഹീറ്റിംഗ് നിങ്ങൾക്ക് ഇതിൽ കിട്ടി. അതെല്ലാം പഠിക്കാൻ പറ്റി. പിന്നെ പോരാത്തതിന് നോർമലി കുറേ ഡിവൈസുകളൊക്കെ ചെയ്തിട്ട് ഡെഡ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് അതിൻ്റെ റീസൺസ് എന്താണെന്ന് പഠിക്കാൻ പറ്റിയത്. പിന്നെ എത്ര ടെമ്പറേച്ചർ യൂസ് ചെയ്യണം അതിനെപ്പറ്റി ബേസിക് ഡീറ്റെയിൽസ് എല്ലാം പഠിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ക്ലാസ് എടുത്തതിന് ശേഷം പ്രാക്ടിക്കലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൂടുതലായിട്ട് എക്സ്പീരിയൻസ്. അതെ. ഇപ്പോൾ ഉദാഹരണത്തിന് CPൻ്റെ പ്രിൻ്റ് പോയി കഴിഞ്ഞാൽ അത് CPൻ്റെ പ്രിൻ്റ് ആണോ വേണ്ടേ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അതിങ്ങനെ നമുക്ക് ഇങ്ങനെ സർക്യൂട്ടിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോയതിന് ശേഷം ഒരു വർക്ക് കിട്ടുന്ന സമയത്ത് ഒരു ഡാറ്റ ഇമ്പോർട്ടൻ്റ് കേസിൽ ബോർഡ് സാപ്പിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ പ്രിൻ്റ് മിസ്സിങ് വരാം, അങ്ങനെ സ്വാഭാവികവും. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ കഴിയുമോ? അതിൻ്റെ സൊല്യൂഷൻ കയ്യിലുണ്ട്. ഓക്കെ. How is the batch going? See, this is our batch. We are giving training for 15 days, and every day we are covering different type of section. Like we have giving 5 to 6 different type of CPU, and each and every section, like power section, charging section, network section, and some cameras, display, and every section we are covering. And same time we are giving oscilloscope training also, and some RFFE section also, and some CPU protocol lines training also. So in this training we are providing each and every problem which one the normal technicians are feeling and normal technicians are getting everyday customers phone. So this is reality training. There is no only like book knowledge. This is actual practical knowledge, and this is actual ground reality knowledge. So after our joining our training, after any of student will join our training, he will definitely work professional, definitely. So this is our training, and you maybe see our students review. So this is actual real review. We did not prepare, and also I did not prepare now. So this is our reality, and this is how we are giving training. Yes. Rashika, ഇനിയിപ്പോൾ അടുത്ത ബാച്ച് എന്നാ വരുന്നത്? നമുക്ക് ഹസൻ പട്ടേലിന്റെ അടുത്ത ബാച്ച് ഒക്ടോബർ 25-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിലേക്കുള്ള അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നമുക്ക് 4-5 അഡ്മിഷൻ ആയിട്ടുണ്ട്. 20 സീറ്റാണല്ലോ ഇതേപോലത്തെ. ഇപ്പൊ നിലവിലുള്ള ബാച്ചിന് 5 അഡ്മിഷൻ ആയിട്ടുണ്ട്. നിലവിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുക. അതേപോലെ നമുക്ക് ഒരു മാസ്റ്റർ ബാച്ച് ഉണ്ട്, ഷാഹിദ് ചെയ്യുന്ന. അത് 2 മാസത്തെ കോഴ്സാണ്. ഐഫോണിന്റെ ബേസിക് കമ്പോണൻസ് മുതൽ ഐഫോണിന്റെ ഏറ്റവും മാസ്റ്റർ ലെവൽ വരെയുള്ള നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. 2 മാസം ഓരോ ദിവസം 4 മണിക്കൂർ വെച്ചിട്ടാണ്. അതിന്റെ അഡ്മിഷൻ, അതിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 1-ാം തീയതിയാണ്. അതിന്റെ അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ളവർ താഴെ കൊടുക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക.